ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വൈ ഐ ചൂസ് ഡോമിനോ എന്നുള്ളതാണ്. ഞാൻ വണ്ടി എടുത്ത സമയത്ത് എൻ്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ചോദിച്ചിരുന്നൊരു ചോദ്യമാണ്, ബുള്ളറ്റ് ഇല്ലായിരുന്നില്ലേ, ഇല്ലെങ്കിൽ KTM ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം മാറ്റിയിട്ട് എന്തുകൊണ്ടാണ് ഡോമിനർ എടുത്തെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ റീസൺസാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പേ ഞാൻ ഈ വണ്ടി എടുത്തതിന് പുറകിലൊരു ചെറിയ ബാക്ക് സ്റ്റോറി ഉണ്ട്. അത് റീസൺസ് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം. അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏകദേശം 2017 മാർച്ച് ഏപ്രിൽ സമയത്താണ് ഞാൻ വണ്ടി എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയത് തന്നെ. അപ്പം ബേസിക്കലി എനിക്ക് ഒരു സ്പോർട്സ് മോഡൽ ബൈക്കിനോടാണ് താല്പര്യം. അതായത് CC കൂടിയ വണ്ടിയല്ല, ഒരു അഗ്രസീവ് ലുക്കിലിരിക്കുന്ന ടൈപ്പ് ബൈക്കാണ് എനിക്ക് പേഴ്സണലി താല്പര്യമുള്ളത്. അപ്പോൾ എൻ്റെ ഫേവററ്റ് എന്ന് പറയുന്നത് ഹ്യോസങ്ങിൻ്റെ 250, 650 ആ ഒരു സെക്ഷൻ വണ്ടികളായിരുന്നു. അല്ലെങ്കിൽ നിഞ്ച 300, R3 അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരുന്നു എനിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ നോക്കിയ ബഡ്ജറ്റും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഷോറൂമുകളുടെ ഒരു അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് എറണാകുളത്ത് ഷോറൂമുകളിൽ പോയി. ഫസ്റ്റ് ഞാൻ പോയത് ഹ്യോസങ്ങിൻ്റെ ഷോറൂമിലായിരുന്നു. അവിടെ ചെന്ന് ഞാൻ 2 വണ്ടിയും കണ്ടു, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. വണ്ടി ഞാൻ ഓൾമോസ്റ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റിലാണ് ഞാൻ പോയത് തന്നെ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് സർവീസ് അവൈലബിലിറ്റി നോക്കിയപ്പോൾ കഴിഞ്ഞപ്പം അതൊരു ഇഷ്യൂ ആയിരുന്നു. കാരണം ഞാൻ ഔട്ട്സൈഡ് കേരളമായിരുന്നു പഠിച്ചിരുന്നത്. അപ്പം എനിക്ക് ലോങ് പോകേണ്ട ആവശ്യങ്ങളൊക്കെ വരും. അപ്പോൾ സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് വണ്ടി എടുക്കുമ്പം. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് ആ വണ്ടി എന്നാൽ ഡ്രോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലായി. എന്നിട്ട് ഞാൻ നേരെ കവാസാക്കിയിലോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ നിഞ്ച 300 നോക്കി. ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ല അടിപൊളി ഒരു വണ്ടിയായിരുന്നത്. നല്ല ഗ്രീൻ മോൺസ്റ്റർ ലുക്കുള്ളൊരു വണ്ടിയായിരുന്നു. അവിടെ ചെന്ന് അത് ഞാൻ നോക്കി, എൻ്റെ ഫ്രണ്ടിനും ഇഷ്ടപ്പെട്ടു. ബഡ്ജറ്റും ഓക്കെ ആയിരുന്നു. ഇച്ചിരി ഓവർ ബഡ്ജറ്റായിരുന്നു, എന്നാലും സാരമില്ല എന്നുള്ള രീതിക്ക് തന്നെയായിരുന്നു. ഇപ്പോൾ സർവീസിങ്ങിൻ്റെ ഇഷ്യൂ തന്നെയാണ് പിന്നെയും വന്നത്. ഒരു മൈന്യൂട്ട് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കോട്ടയത്തു നിന്ന് ഞാൻ എറണാകുളം വരെ പോയി. അല്ലെങ്കിൽ ഇപ്പോൾ റോഡ് സൈഡ് അസിസ്റ്റൻറ്റും കാര്യങ്ങളും അങ്ങനത്തെ കുറേ ഇഷ്യൂസ് മുമ്പിൽ വന്നു തുടങ്ങി. അങ്ങനെ അതും പോയി. അവസാനം ഞാൻ യമഹയിലോട്ട് ചെന്നു. R3 ആകുമ്പം എന്താ പറയണ്ടേ, യമഹ എല്ലായിടത്തും ഷോറൂമുകളുണ്ട്. അപ്പോൾ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ലെന്ന് തോന്നി. ഞാൻ യമഹയിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ R3 ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഞാൻ അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ ഓക്കെയാണ്, ഞാൻ ബുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അവർ പറയുന്നത് BS3 സ്റ്റോപ്പ് ചെയ്ത് BS4ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിയേ ഉള്ളൂ ലാസ്റ്റ്, അതായത് ടെസ്റ്റ് ഡ്രൈവ് വണ്ടി മാത്രമേ ഉള്ളൂ സാറിന്, അത് വേണമെന്നുണ്ടെങ്കിൽ തരാം, ഡിസ്കൗണ്ടിൽ തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ഓണർന്ന് ആയിപ്പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുതിയ വണ്ടി എടുക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് പുതിയ രീതിയിൽ തന്നെ വേണ്ട. സെക്കൻഡ് ഓണർ ഞാൻ പറഞ്ഞു, എനിക്ക് സെക്കൻഡ് ഓണറായിട്ട് വേണ്ട, പുതിയത് എപ്പോഴത്തേക്ക് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞൊരു 6 months അപ്രോക്സിമേറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ വരുന്നതിനെക്കുറിച്ച് തന്നെ അറിയത്തുള്ളൂ, അത് കഴിഞ്ഞ് ബുക്കിങ്ങും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 6 months എന്ന് പറയുമ്പം പിന്നെയും ടൈം ഒത്തിരി പോവുകയാണ്. ഞാൻ ഓൾറെഡി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അത്രയും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ പോട്ടെ, പിന്നെ ആകാം എന്നുള്ള രീതിക്ക് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് വരിക. അപ്പം കോട്ടയത്തെ ബജാജിൻ്റെ ഷോറൂമിന് മുമ്പിൽ കൂടെയാണ് ഞാൻ ചങ്ങനാശ്ശേരിക്ക് വരുന്നത്. തിരിച്ച് വരുന്ന വഴിക്ക് എൻ്റെ കണ്ണൊന്ന് ജസ്റ്റ് ആ ഷോറൂമിലേക്ക് നോക്കിയപ്പോൾ ഈ വണ്ടി ഇവിടെ ഇരിക്കുന്നു, ഡോമിനർ. അപ്പം വണ്ടി ഇങ്ങനെ പറഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് ഫോട്ടോസ് കാണുമോ അല്ലെങ്കിൽ മോർ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു യൂണീക്നെസ് എനിക്ക് ഫീൽ ചെയ്തു. കാരണം മറ്റു വണ്ടികളെ അപേക്ഷിച്ച് കുറച്ച് ഡിസൈനിലൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി ഒരു ഡിഫറൻസ് തോന്നിക്കഴിഞ്ഞപ്പം ഞാൻ ഷോറൂമിൽ കയറി നോക്കി, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഒരു വാല്യൂ ഫോർ മണി വണ്ടിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. പ്രൈസ് ഓക്കെ ആയിരുന്നു. പിന്നെ ബജാജ് ആയതുകൊണ്ട് സർവീസ് സെൻ്ററിനൊരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ എല്ലാ ഫാക്ടറും നോക്കിയപ്പം അതൊരു കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ എൻ്റെ ടേസ്റ്റുള്ളൊരു വണ്ടി അല്ലായിരുന്നു. പക്ഷേ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ബ്രോഷറെല്ലാം വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് വീട്ടുകാരെ കാണിച്ചു. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു, യെസ്, അപ്പോൾ ഇതാണ്
ഞാൻ നോക്കി നടക്കുന്ന വണ്ടി, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്നെനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പം ആ വണ്ടി തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഏകദേശം ഞാനൊരു 2 ആഴ്ചയോളം എടുത്തു വണ്ടി ഏതെന്ന് ഫൈനലൈസ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഫൈനലി ഡോമിനറിലെത്തിയത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡോമിനർ എടുക്കാനുണ്ടായ റീസൺസ് ആണ്. ഇപ്പം നിങ്ങൾ കേട്ടത് എടുക്കാനുണ്ടായ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ റീസൺസ് എന്താണെന്ന് ഇപ്പം പറയാം. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഈ വണ്ടി ഒരു ഓൾറൗണ്ടറാണ്. അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു സിറ്റി യൂസർക്കോ അല്ലെങ്കിൽ ഒരു ലോങ് റൈഡ് പോകുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഓഫ് റോഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾക്കോ എന്തുകൊണ്ടൊരു ആപ്റ്റായിട്ടുള്ള വണ്ടിയാണിത്. ഈ ഒരു 3 ടെറൈനിലും ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു യൂണീക്നെസ് ആണ്. 2017 എന്ന് പറയുന്ന വർഷത്തിൽ ഇത്രയൊരു യൂണീക്കായിട്ടുള്ള ഡിസൈൻ മറ്റൊരു വണ്ടികൾക്ക് ഇല്ലായിരുന്നു. ഈ ഡോമിനറിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആയിരുന്നു ബജാജ് കൊടുത്തിരുന്നത്. ഒരു ഡയാബൽ ഇൻസ്പയർഡ് എന്നാണ് ഇതിൻ്റെ ബാക്കിൻ്റെ സെക്ഷനൊക്കെ കാണുമ്പം ആ സമയത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ഡയാബലിൻ്റെ ആ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ആ ഒരു സ്ട്രിപ്പ് പോലെയൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കും. അടുത്ത റീസൺ എന്ന് പറയുന്നത് ഇതൊരു വാല്യൂ ഫോർ മണിയാണ്. ഏകദേശം 1,85,000 രൂപയോളമായിരുന്നു 2017 ജൂണിൽ ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ. ആ ഒരു പ്രൈസ് പോയിൻറ്റിൽ ഈ വണ്ടി ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു അതിഭയങ്കരമല്ലാത്തൊരു പവറുണ്ട്, അതുപോലെ തന്നെ ഡ്യുവൽ ചാനൽ ABS ഉണ്ട്, ഒരു അടിപൊളി അല്ലെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്. ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല, എന്നാലും ഒരു ആവറേജ് ഒരു സ്പീഡിന് ഹെഡ്ലൈറ്റ് നല്ല രീതിയിൽ നമുക്ക് വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവസാനത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സർവീസ് സെൻ്റർ ആയിരുന്നു. ഞാൻ വണ്ടി നോക്കി തുടങ്ങിയ സമയം തൊട്ട് എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലുണ്ടായിരുന്ന സർവീസ് സെൻ്ററാണ്. കാരണം നമുക്ക് പറയാൻ പറ്റുന്നില്ല, ഞാനൊരു ബൈക്കിൻ്റെ മെക്കാനിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് വന്നാൽ പോലും ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും ഇലക്ട്രിക്കൽ രീതിയിലുള്ള വണ്ടികളാണ്. അപ്പോൾ ലോക്കൽ വർക്ക്ഷോപ്പുകളിൽ കൊണ്ട് നന്നാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ സർവീസ് സെൻ്റർ എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൈം ഫാക്ടറായിരുന്നു. അപ്പം ബജാജിന് ഇഷ്ടംപോലെ സർവീസ് സെൻ്ററുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50 അല്ലെങ്കിൽ 75 കിലോമീറ്ററിനകത്ത് തന്നെ ബജാജിന് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം അതും ഒരു ഫാക്ടറായിരുന്നു ഈ വണ്ടി എനിക്ക് ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ ഈ വണ്ടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങളും കാരണങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഹലോ ഫ്രണ്ട്സ്, വാതൊക്കെ വന്നിരുന്നാണല്ലോ വിളിക്കുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാതെ കട്ട് ചെയ്യണ്ട